السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يقول المصنف رحمه الله: ورابعها مسح بعض رأسه كالنزعة والبياض الذي وراء الأذن بشر أو شعر في حده ولو بعض شعرة واحدة للآية. നാം വുളൂഇന്റെ ഫർളുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും 3 ഫർളുകൾ കഴിഞ്ഞു. 4ാമത്തെ ഫർള് തലയിൽ നിന്നും അല്പം തടവുക. അതാണ് മഹാനായ മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത് വറാബിഉഹ. വുളൂഇന്റെ ഫർളുകളിൽ നിന്നും 4ാമത്തേത് മസ്ഹു ബഅദി റഅസിഹി, അവന്റെ തലയിൽ നിന്നും അല്പം തടവലാണ്. അതേതുപോലെ, ആ തലയുടെ അല്പം ഏതുപോലെ? കന്നസഅതി, കയനെറ്റി പോലെ. അത് നാം മുമ്പത്തെ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു. 2 കയനെറ്റിയും അത് മുഖത്തിന്റെ പരിധിയിൽപ്പെട്ടതല്ല, അതിർത്തിയിൽപ്പെട്ടതല്ല, അത് തലയിൽപ്പെട്ടതാണെന്ന്. വൽ ബയാദില്ലദി വറാഅൽ ഉദുനി, അതുപോലെ തന്നെ ചെവിയുടെ പുറകിലുള്ള വെളുത്ത സ്ഥലം, അതും തലയുടെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെയൊക്കെ തടവിയാൽ മതി എന്നർത്ഥം. അതായത് ബശരിൻ ഔ ശഅരിൻ ഫി ഹദ്ദിഹി, തലയുടെ പരിധിയിലുള്ള മുടിയോ തൊലിയോ അതല്ലെങ്കിൽ മുടിയോ തടവിയാൽ മതി. എവിടെ? ഫി ഹദ്ദിഹി. പക്ഷെ ഒരു നിബന്ധന ഉണ്ട്. എന്താണ് നിബന്ധന? അത് തലയുടെ പരിധിയിൽ പെട്ടതായിരിക്കണം. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തല തടവുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം തലയാണ് തടവേണ്ടത്. ആ തലയോട് താബിയായിട്ടാണ് ഏത് വരുന്നത്? മുടി വരുന്നത്. അതുകൊണ്ട് തന്നെ മുടി എന്തായിരിക്കണം? തലയുടെ പരിധിയിലുള്ളതായിരിക്കണം. മുടി തലയുടെ പരിധിയിലുള്ള മുടിയായിരിക്കണം. അതാണ് ബശരിൻ ഔ ശഅരിൻ ഫി ഹദ്ദിഹി. എന്താവണം? തലയുടെ പരിധിയിലുള്ള മുടിയായിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾക്കൊക്കെ മുൻഭാഗത്ത് കൂടുതൽ മുടിയുണ്ടാകും. ഈ മുടി മുകളോട്ട് വാർന്നിട്ടിട്ടുണ്ടാകും. മാത്രമല്ല, അത് വലിയ മുടിയായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ആ മുടിയിൽ നിന്നും അതിന്റെ തലഭാഗത്ത് ഒരു പക്ഷേ, എന്ന് പറഞ്ഞാൽ മുടിയുടെ തലയിൽ, എന്ന് പറഞ്ഞാൽ മുടിയുടെ മുരട്ടിലല്ല, അതിന്റെ മറ്റേ ഭാഗത്ത് തടവിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സ്ഥലം അത് തലയുടെ പരിധിക്ക് പുറത്തുള്ള സ്ഥലമാവാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് നാം മനസ്സിലാക്കുക? ഇപ്പോൾ ഈ മുകളോട്ട് വാർന്ന മുടി യഥാർത്ഥത്തിൽ അത് തലയുടെ പരിധിയിൽ ഇപ്പോൾ നിൽക്കുന്നു എങ്കിലും അതിനെ നാം ഇങ്ങോട്ട് മുൻഭാഗത്തേക്ക് അതിനെ താഴ്ത്തിക്കൊണ്ട് വാരുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അതിനെ ഒന്ന് നീട്ടിപ്പിടിക്കുകയാണെങ്കിൽ, അത് തലയുടെ പരിധിയിൽ നിന്നും പുറത്തോട്ട് പോകുന്നു എങ്കിൽ ആ പുറത്തോട്ട് പോകുന്ന പരിധിയിലാണ് ഈ തടവൽ തലയിൽ വെച്ച് സംഭവിച്ചത് എങ്കിൽ തന്നെ അവിടെ വുളൂ സ്വഹീഹാവുകയില്ല, ശരിയാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുടി കൂടുതൽ വലുതാക്കുന്ന വളർത്തുന്ന ആളുകളൊക്കെ ചില സമയത്ത് ഈ തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ള നിലക്ക് നാം എന്ത് ചെയ്യും? ഈ വെള്ളം കൊണ്ടൊന്നിങ്ങനെ മുമ്പിലിങ്ങനെ തൊടും. അതന്നെ മുടിന്റെ മുകളിൽ, ശരിക്കും തൊലിയിലേക്ക് എത്താതെ മുടിയുടെ മുകളിൽ മാത്രം തടവുന്ന സന്ദർഭത്തിൽ ആ മുടിയെങ്ങാനും നീട്ടുകയാണ് എങ്കിൽ, നാം ഒന്ന് നീട്ടി പരീക്ഷിക്കുകയാണ് എങ്കിൽ അത് തലയുടെ പരിധിയുടെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, വരും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, അത്തരം മുടിയുള്ള ആളുകൾ
വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലൗ ബഅദ ശഅറത്തിൻ വാഹിദ, അത് ഒരു മുടിയുടെ അല്പമാണെങ്കിലും ശരി. അതെന്താ തെളിവിൽ ആയത്തിന് വേണ്ടി നാം മുമ്പ് പറഞ്ഞിരുന്നല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും, നിങ്ങൾക്കുള്ള തലയിൽ നിന്നും അല്പം നിങ്ങൾ തടവണം എന്ന ആയത്ത് ഉണ്ടായതിനു വേണ്ടി. ഇവിടെ വംസഹൂ ബിറുഊസിക്കും, തല തടവണം, ഇത് ബഅദ് എന്ന് എങ്ങനെയാണ്, തലയിൽ നിന്നും അല്പം തടവണം എന്നുള്ളത് എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തല മുഴുവനും തടവണോ, അതല്ല തലയുടെ കാഭാഗം തടവിയാൽ മതിയോ, അതല്ല തലയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ? ശാഫിഈ മദ്ഹബിൽ മുഅ്തമദായ അഭിപ്രായ പ്രകാരം തലയിൽ നിന്നും അല്പം തടവിയാൽ മതി. അതിന്റേതായ ഉസൂലുണ്ട്. കാരണം ഫംസഹൂ ബിറുഊസിക്കും എന്ന ഈ ബാ അത് ബഹുവചനത്തിന്റെ മേൽ പ്രവേശിച്ചാൽ അവിടെ ബഅദിയ്യത്താണ് ലഭിക്കുക എന്ന് ഉള്ള ഉസൂലെടുത്തിട്ടാണ് നാം അവിടെ പറയുന്നത്. ഫംസഹൂ ബിറുഊസിക്കും, അപ്പൊ റുഊസ് എന്നാണല്ലോ പറഞ്ഞത്, ബിറുഊസിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ തലയിൽ നിന്നും അല്പം എന്നുള്ള മഅന അവിടെ അർത്ഥം അവിടെ ലഭിക്കും എന്ന് പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലൽ ബഗ്വിയു, ബഗ്വി ഇമാം പറഞ്ഞിരിക്കുന്നു, യംബഗി അത്യാവശ്യമാണ്, അല്ലാ യുജ്സിയ അഖല്ലു മിൻ ഖദ്രിൻ നാസിയതി, നെറുകുൻ തലയേക്കാളും കുറഞ്ഞത് മതിയാവാതിരിക്കൽ. അതായത് നാമൊക്കെ നെറുവൻ തല എന്ന് പറയും, അതായത് നെറുകുൻ തല, നെറുകൻ തല. അപ്പൊ നെറുകൻ തലയുടെ കണക്ക്, നെറുകൻ തലയേക്കാളും കുറഞ്ഞതായ രൂപം, ആ കുറഞ്ഞതിനേക്കാളും തടവിയാൽ മതിയാവുകയില്ല എന്നുള്ളത് അത്യാവശ്യമാണ്, ശ്രദ്ധേയമാണ് എന്ന് ബഗ്വി ഇമാം പറഞ്ഞിരിക്കുന്നു. അതായത് ബഗ്വി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം എന്താണ്, നാം നെറുകൻ തല എന്ന് പറയുന്ന ആ നസഅതൈനി എന്ന് പറഞ്ഞല്ലോ, നസഅതൈനി അല്ല, നാസിയത്ത്, നെറുകൻ തല. അപ്പൊ അവിടെ അതിനേക്കാളും കുറഞ്ഞ രൂപത്തിൽ തടവിയാൽ മതിയാവുന്നതല്ല. കുറഞ്ഞ രൂപം, ഏറ്റവും കുറഞ്ഞത് അവിടെയെങ്കിലും നെറുകൻ തലയെങ്കിലും തടവണം എന്നാണ് ബഗ്വി ഇമാമിന്റെ അഭിപ്രായം. വഹിയ, ഈ നാസിയത്ത് എന്ന് പറഞ്ഞാൽ മാ ബൈനൻ നസ്അതൈനി, രണ്ട് കയനെറ്റിയുടെ ഇടയിലുള്ള സ്ഥലം. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. രണ്ട് കയനെറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും അല്പം ഇങ്ങനെ ഒരു വളഞ്ഞുകൊണ്ട് രണ്ട് ഭാഗം ഉണ്ടാവും. ആ രണ്ട് ഭാഗത്തിന്റെയും നടുവിലുള്ള ഭാഗം അതാണെന്ത്, നാസിയത്ത്, നെറുകൻ തല എന്ന് പറയുന്നത്. അപ്പൊ അതെങ്കിലും ചുരുങ്ങിയതായിട്ട് തടവണം, അതിനേക്കാളും ചുരുങ്ങിയ രൂപത്തിൽ അല്പം തടകിയാൽ മതിയാവുകയില്ല എന്നാണ് ബഗ്വി ഇമാമിന്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ബഗ്വി ഇമാം കാരണം പറയുന്നത്, ലി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യംസഹ് അഖല്ല മിൻഹാ, ആ നാസിയത്തിന്റെ ഖദറിനേക്കാളും അഖല്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ അഭിപ്രായം യഥാർത്ഥത്തിൽ ബലഹീനമാണ്. കാരണം നാം ശാഫിഈ ഇമാം ഫംസഹു ബിറുഊസിക്കും എന്ന ആയത്തുകൊണ്ട് തെളിവ് പിടിച്ചിട്ടുള്ളത് അല്പം തടവിയാൽ മതി എന്നാണ്. അപ്പോ ആ അഭിപ്രായത്തിനോട് ഇത് എതിരാണ്, അതുകൊണ്ട് തന്നെ ലഈഫാണ്. വഹുവ, ഈ അഭിപ്രായം റിവായത്തുൻ അൻ അബി ഹനീഫ റഹിമഹുല്ലാഹു തആല, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഒരു റിവായത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ. വൽ മശ്ഹൂറു അൻഹു, അബൂ ഹനീഫ ഇമാമിനെ തൊട്ടുള്ള മശ്ഹൂറായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം വുജൂബു മസ്ഹിർ റുബുഇ,
തലയിൽ നിന്നും കാഭാഗമെങ്കിലും തടവൽ നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായമാണ് മഷ്ഹൂർ. ഇവിടെ യഥാർത്ഥത്തിൽ ശാഫിഈ മദ്ഹബിൽ തലയിൽ നിന്നും അല്പം തടവലാണ് ഫർളായിട്ട് ഗണിക്കപ്പെട്ടിട്ടുള്ളത് അസ്വഹായ അഭിപ്രായം. അത് ഉള്ളതിനോടുകൂടെ തന്നെ ബഗ്വി ഇമാമിന്റെ അഭിപ്രായവും അതുപോലെ മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മഷ്ഹൂറായ അഭിപ്രായവും ഒക്കെ ഇവിടെ മുസന്നിഫ് റഹിമഹുല്ല കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതായത് ശാഫിഈ മദ്ഹബിൽ തലയിൽ നിന്നും അല്പം ഒരു മുടി തന്നെ തടവിയാലും മതിയാകുമെങ്കിലും ഏറ്റവും നല്ലത് അത് അവൻ നിറുകൻ തലയുടെ ഖദറെങ്കിലും തടവലാണ് നല്ലത് എന്നുള്ളതിന്റെ മേൽ പ്രേരിപ്പിച്ചുകൊണ്ടാണ് മഹാനുഭാവൻ ഈ ഇബാറത്തുകൾ, ഈ അഭിപ്രായങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. കാരണം നാം തലയുടെ ഒരു കാൽഭാഗമെങ്കിലും തടവുകയാണ് എങ്കിൽ നാം നേരത്തെ പറഞ്ഞ ഈ തലയുടെ പരിധിയിൽ നിന്നും പുറത്തോട്ടു പോയ മുടി, ആ മുടിയുടെ മുകളിൽ തടവൽ സംഭവിക്കുക പോലൊത്ത പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ സാധിക്കും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് കാരണം തല മുഴുവനും തടവലാണ്. അതാണ് ഹംബലി മദ്ഹബ്, അതുപോലെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം തല മുഴുവനും തടവുക എന്നുള്ളതാണ്. അപ്പൊ ഈ തല മുഴുവനും തടവുക എന്നുള്ളത് ശാഫിഈ മദ്ഹബിൽ സുന്നത്തായ ഒരു കാര്യവുമാണ്. അപ്പോൾ ആ സുന്നത്തും ആ വാജിബും എല്ലാം ഒരുമിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കാൻ തല മുഴുവനും തടവലാണ് ഏറ്റവും നല്ലത് എന്ന് നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഖാമിസുഹ, വുളൂഇന്റെ ഫർളുകളിൽ നിന്നും അഞ്ചാമത്തേത് ഗസ്ലു റിജ്ലൈഹി, അവന്റെ രണ്ട് കാലും കഴുകലാണ്. ബികുല്ലി കഅബിൻ, നെരിയാണി മുഴുവത്തിനോടും കൂടെ. അപ്പൊ നെരിയാണി കഅബ് മിൻ കുല്ലി റിജ്ലിൻ, എല്ലാ റിജ്ലിൽ നിന്നും ഉള്ള. അപ്പോ കാല്, രണ്ട് കാലാണല്ലോ ഒരു മനുഷ്യനുണ്ടാകുക. അപ്പൊ ഈ രണ്ട് കാലിന് 4 നെരിയാണി കഅബാണ്, 4 നെരിയാണിയാണ് ഉണ്ടാകുക. അപ്പൊ ഈ 4 നെരിയാണിയോട് കൂടെ എന്ത് ചെയ്യണം? രണ്ട് കാലും കഴുകണം. അതും ലിൽ ആയത്തി, നാം മുമ്പ് ഉദ്ധരിച്ച ആയത്തുണ്ടായതിന് വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖി വംസഹൂ ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. നിങ്ങളുടെ ഇരുകാലുകളും ഞെരിയാണി വരെ എന്ന് പറഞ്ഞാൽ ഞെരിയാണിയോട് കൂടെ എന്നാണ്, ഞെരിയാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകുക എന്നുള്ള ആയത്ത് ഉണ്ടായതിന് വേണ്ടി. ഔ ഗസ്ലു റിജ്ലൈഹി, അവന്റെ രണ്ട് കാലും കഴുകുക. ഔ മസ്ഹി ഖുഫൈഹിമാ, അല്ലെങ്കിൽ ആ രണ്ട് കാലിന്റെ എന്ന് പറഞ്ഞാൽ ആ രണ്ട് കാലിൽ ധരിച്ചിട്ടുള്ളതായ ഖുഫ. വഖാമിസുഹ, അഞ്ചാമത്തെ ഫർള് ഗസ്ലു റിജ്ലൈഹി, അവന്റെ രണ്ട് കാലും കഴുകലാണ്. ബികുല്ലി കഅബിൻ, എല്ലാ നെരിയാണിയോടുകൂടെ, നെരിയാണി എല്ലാത്തിനോടും കൂടെ കഴുകലാണ്. ഔ മസ്ഹു ഖുഫൈഹിമാ, ആ രണ്ട് കാലിൽ ധരിച്ചതായ ഖുഫ, ആ രണ്ട് കാലിന്റെയും ഖുഫ എന്ന് പറഞ്ഞാൽ ഖുഫ ധരിക്കുന്ന ആൾക്കല്ലേ ഖുഫ ഉണ്ടാവുള്ളൂ. ആ ഖുഫ തടവലാണ്. അപ്പൊ ഒന്നിരിക്കൽ കാല് കഴുകുക ഖുഫ ധരിച്ചിട്ടില്ലെങ്കിൽ. ഇനി ഖുഫ ധരിക്കേണ്ട ഒരു സാഹചര്യം വന്ന് ഖുഫ ധരിച്ച വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം ഖുഫയുടെ മുകളിൽ തടവലാണ് ചെയ്യേണ്ടത്. ബിശുറൂത്തിഹി, അതിന്റെ ഷർത്തോടുകൂടെ. അപ്പോ ആ മസ്ഹിന്റെതായ ഷർത്ത്, തടവലിന്റെതായ ഷർത്ത്, ആ ഷർത്തോടുകൂടെ ഖുഫ ധരിച്ച ആളാണ് എങ്കിൽ
എന്തു ചെയ്യണം? ആ ഖുഫന്റെ മുകളിൽ തടവിയാൽ മതി. അതിന്റെ ഷർത്ത്, ഖുഫ ധരിക്കാൻ ഖുഫക്കുള്ള ഷർത്തുകൾ, അതുപോലെ ഖുഫ ധരിക്കുന്ന ഷർത്ത്, അതിൽപ്പെട്ട ഒരു ഷർത്ത്, ഈ ഖുഫ ധരിക്കുന്ന വ്യക്തി അദ്ദേഹം ഈ ഖുഫ ധരിക്കേണ്ടത് ശുദ്ധിയുടെ മേലായിരിക്കണം, ശുദ്ധി ഉണ്ടായിരിക്കണം. ഖുഫ ധരിക്കുന്ന സന്ദർഭത്തിൽ ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധിയുള്ളവനായിരിക്കണം. അതുപോലെ അവൻ ധരിക്കുന്ന ആ ഖുഫ എന്ന് പറഞ്ഞ ആ സാധനം അത് ശുദ്ധി ഉണ്ടായിരിക്കണം. അതും നജസ് ഉണ്ടാകാൻ പാടില്ല. അത് മുതനജിസായ വസ്തുവിന്റെ തോല് കൊണ്ടാവാൻ പാടില്ല. അത് ശുദ്ധിയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവനിക്ക് അതുകൊണ്ട് നടക്കാൻ കഴിയണം. അനായാസം നിഷ്പ്രയാസമായിക്കൊണ്ട് അവന് യാത്ര ചെയ്യാനും നടക്കാനുമൊക്കെ കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാല് കഴുകൽ വുജൂബായ ആ സ്ഥലം നാം പറഞ്ഞല്ലോ, നെരിയാണി ഉൾപ്പെടെ. അപ്പോ നെരിയാണിയോട് ഉൾപ്പെടെ തന്നെ അവന്റെ കാല് ഈ ഖുഫ കൊണ്ട് മറച്ചിരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഖുഫയുടെ ഉൾഭാഗത്തേക്ക് വെള്ളം ചേരാൻ പാടുള്ളതല്ല. ഖുഫന്റെ മുകളിൽ വെള്ളമാക്കിയാൽ ഉള്ളിക്ക് വെള്ളം ചേരാൻ പറ്റൂല. ഈ ഷർത്തുകളൊക്കെ, ഈ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുമ്പോഴേ അത് ഈ ഖുഫയുടെ മേലിൽ തടവൽ എന്നുള്ള ഈ വിടുതി, ഈ റുഖ്സ ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമത്തിൽ അവന് ബാധകമാവുകയുള്ളൂ. നാം പ്രത്യേകം മനസ്സിലാക്കണം. ഇന്ന് ചില ആളുകളൊക്കെ ഈ ഷൂ ധരിച്ചിട്ട്, ഷൂ അല്ല പ്രശ്നം, അതിന്റെ ഉള്ളിലുള്ള സോക്സ്, ആ കാലറ, ഈ കാലറയുടെ മുകളിൽ തടവുന്ന ഒരു സ്വഭാവം ചില രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. ഇനി അതിവിദൂര ഭാവിയിൽ ഒരുപക്ഷെ അത് കേരളത്തിലേക്കും ഇറക്കുമതി ചെയ്യാൻ സാധ്യതയുണ്ട്. കസാരയിൽ ഇരുന്ന് നിസ്കാരം ഇറക്കുമതി ചെയ്തതുപോലെ. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരിക്കലും സോക്സിന്റെ മേലിൽ തടവിയാൽ ഒരിക്കലും മതിയാവുകയില്ല. എന്തുകൊണ്ട്? അത് ഒരിക്കലും തന്നെ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ചെരുപ്പ് കൂടാതെ ആ കാലുറ മാത്രം ധരിച്ചുകൊണ്ട് നിഷ്പ്രയാസമായി എല്ലാ കല്ലിലൂടെയും ഉള്ളിലൂടെയും നടക്കാൻ സാധ്യമല്ല. മറ്റൊന്ന്, വെള്ളം പുറത്തങ്ങോട്ട് ഒറ്റിച്ചാൽ തന്നെ ഉള്ളിലേക്ക് വെള്ളം അങ്ങോട്ട് ചേരുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലൊന്നും തടവിയിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവൂല. അതുപോലെ അതിന്റെ മുകളിൽ തടവി നിസ്കരിക്കുന്നവനോട് കൂടെ തുടർന്ന് നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹാവുന്നതല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വിവരമില്ലാത്ത ചില ആളുകളാണ് ഇത് തുടങ്ങാറുള്ളത്. പിന്നീട് അത് അല്പാൽപമായിട്ട് അങ്ങനെ കൂടി വന്ന് അത് പിന്നീട് ഒരു ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ഒരു സംഭവമായി മാറുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അത്യാദി കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വയജിബു, നിർബന്ധമാകും. ആവശ്യം കഴിഞ്ഞു. അപ്പോ അഞ്ചാമത്തെ ഫർള്, വുളൂഇന്റെ അഞ്ചാമത്തെ ഫർള്, നെരിയാണി ഉൾപ്പെടെ രണ്ട് കാലുകളും കഴുകുക. ഇനി ഖുഫ ധരിച്ച വ്യക്തിയാണ് എങ്കിൽ ആ ഖുഫന്റെ മുകളിൽ തടവുക എന്നുള്ളതാണ്. പിന്നീട് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, വയജിബു, നിർബന്ധമാകും, ഗസ്ലു ബാത്തിനി സഖബിൻ, സഖബിന്റെ ഉൾഭാഗം കഴുകൽ. സഖബ് എന്ന് പറഞ്ഞാൽ ഓട്ട എന്നാണ് നാം പറയുക. അതായത് വുളൂ ചെയ്യുന്ന അവയവത്തിൽ എവിടെയെങ്കിലും ഓട്ട ഉണ്ട് എങ്കിൽ ആ ഓട്ടയുടെ ദ്വാരത്തിന്റെ ഉൾഭാഗം കഴുകണം. വശഖിൻ, അതല്ലെങ്കിൽ വല്ല കീറലുകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, മുറിയായി, കുപ്പിച്ചില്ല് തട്ടി, അങ്ങനെ കീറിയിട്ടൊക്കെ ഉണ്ട് എങ്കിൽ അതിന്റെയൊക്കെ ഉൾഭാഗം, അതല്ലെങ്കിൽ കാല് വിണ്ട് കീറിയിട്ടുണ്ട്, അങ്ങനെ കാല് വിണ്ട് കീറിയ ആളാണ്, അപ്പൊ അതിന്റെ ആ കീറൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് എങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് കഴുകൽ നിർബന്ധമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മളെ വാസിലിന്റെ പ്രശ്നം ഉദിക്കുന്നത്. സാധാരണഗതിയിൽ ഈ വാസിലീൻ എന്നുള്ള പദാർത്ഥം ഉപയോഗിക്കപ്പെടുന്നത് ഈ കാല് വിണ്ട് കീറുമ്പോഴാണ്, കാലിൽ ആ കീറൽ സംഭവിക്കുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ കീറൽ സംഭവിക്കുമ്പോ ഈ വാസിലീൻ
കാലിന്റെ ആ വിള്ളലിലൂടെ പുരട്ടിയാൽ അതല്ലെങ്കിൽ പുറത്തു പുരട്ടിയാൽ അത് കഴുകിക്കളയുക തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമാണ് നമുക്കൊരു ചോദ്യം വന്നിരുന്നല്ലോ, വാസിലീൻ അത് ദ്രാവകം പോലെ തന്നെയല്ലേ, ദ്രാവകമായ എണ്ണ പോലെ അല്ലേ എന്നുള്ള ഒരു സംശയം നാം വീണ്ടും ഉന്നയിച്ചിരുന്നു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വാസിലീൻ എന്നുള്ള സാധനം അത് ദ്രാവകമായ എണ്ണ പോലെയല്ല. അത് യഥാർത്ഥത്തിൽ അവിടെ പണ്ഡിതന്മാര് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതായിട്ട് കാണാം. വാസിലീൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വാസിലീന്റെ സ്വഭാവമുള്ള നെയ്യ് പോലത്തെ വസ്തുക്കളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടും പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട്. സാന്ദർഭികമായി ഞാൻ അതൊന്ന് വായിക്കാം. മഹാനായ നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു മജ്മൂ' എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാൻ കഴിയും. ഖാല അസ്ഹാബുന ഫലൗ അദാബ ഫീ ശുഖൂഖി റിജ്ലൈഹി ശഹ്മൻ ഔ ശംഅൻ ഔ അജീനൻ ഔ ഖലബഹുമാ ബിഹിന്നാഇൻ വബഖിയ ജിർമുഹു ലസിമഹു ഇസാലത്തു ഐനിഹി ലിഅന്നഹു യംനഉ വുസൂലൽ മാഇ ഇലൽ ബശറതി എന്ന് മഹാനുഭാവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖാല അസ്ഹാബുന, നമ്മുടെ അസ്ഹാബ് പറഞ്ഞിരിക്കുന്നു, ഫലൗ അദാബ ഫീ ശുഖൂഖി റിജ്ലൈഹി, ഫലൗ അദാബ, ഒരുത്തൻ ഉരുക്കി ഒഴിച്ചാൽ എന്നാണ് ശരിക്കും അദാബന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഉരുകിയാൽ, അതല്ലെങ്കിൽ അത് ഒലിച്ചാൽ, അലിഞ്ഞു ചേർന്നാൽ എന്നൊക്കെ അർത്ഥം വെക്കാം. എന്തായാലും ഫലൗ അദാബ ഫീ ശുഖൂഖി റിജ്ലൈഹി, അവന്റെ ഇരു കാലുകളിലുമുള്ള കീറലുകളിൽ ഷഹ്മൻ, ഷഹ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയും അത് നെയ്യ് എന്നാണ് അർത്ഥം. അതായത് ശുഹൂമ എന്നൊക്കെ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ശുഹൂം എന്ന് പറഞ്ഞാൽ തന്നെ നെയ്യ് എന്നാണ് അർത്ഥം. അപ്പൊ ഈ നെയ്യ് പോലോത്തത് ഇരുകാലുകളുടെ കീറലുകളിൽ ഒരാൾ ഒഴിച്ചു കഴിഞ്ഞാൽ, ഔ ശംഅൻ അല്ലെങ്കിൽ മെഴുക് ഒഴിച്ചാൽ, ഔ അജീനൻ അല്ലെങ്കിൽ മാവ് എന്താവട്ടെ, ഔ ഖലബഹുമ അല്ലെങ്കിൽ ആ ഇരുകാലുകളെയും ചായം കൊടുത്തു, എന്ത് ബിഹിന്നായിൻ മൈലാഞ്ചി കൊണ്ട്, വബഖിയ ജിർമുഹു അതിന്റെ തടി അവശേഷിക്കുകയും ചെയ്താൽ, ലസിമഹു അവനിക്ക് നിർബന്ധമാണ്, ഇസാലത്തു ഐനിഹി അതിന്റെ ഐനിനെ നീക്കം ചെയ്യൽ. കാരണം ലിഅന്നഹു യംനഉ വുസൂലൽ മാഇ ഇലൽ ബശറ, ബശറത്തിലേക്ക് തൊലിയിലേക്ക് വെള്ളം ചേരലിനെ അത് തടയും എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. അപ്പൊ ഈ ഷഹ്മ് എന്ന വാക്ക് നോക്ക്, ഇവിടെ ഇപ്പൊ ഈ ഷഹ്മ ആകുമ്പോൾ തന്നെ എന്ത് പറ്റുന്നില്ല, ഷഹ്മായ വസ്തുവിനെ അത് കാലിന്റെ കീറലുകളിലേക്ക്, വിണ്ടുകീറിയ കാലുകളിലേക്ക് അതിനെ ഒഴിച്ചു കഴിഞ്ഞാൽ, ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ പറ്റുകയില്ല എന്നുള്ള വിഷയമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് തന്നെ, അപ്പൊ ഈ നെയ്യിന്റെ ഒരു സ്വഭാവം തന്നെയാണ്, ഈ നെയ്യിന്റെ ഒരു സ്വഭാവമാണ്. നെയ്യിന് ഇന്ന് ഷഹ്മ് എന്ന് പറഞ്ഞാൽ ഗ്രീസ് എന്ന അർത്ഥം ഇന്നത്തെ കാലത്തൊക്കെ വെക്കാറുണ്ട്. ഇപ്പൊ ഈ ഗ്രീസിന്റെ നെയ്യിന്റെ ഒക്കെ സ്വഭാവമാണ് ഇതിനുള്ളത്, ഈ വാസിലീന് ഉള്ളത്. അതുകൊണ്ട് തന്നെ എണ്ണ പോലെ എന്ന് പറഞ്ഞാൽ മായിയായ ദ്രാവകമായ എണ്ണ പോലെ ഇതെന്തല്ല, ലഘുവല്ല, നേർത്തതല്ല, കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാസിലീൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നാം ഇഹ്തിയാത്തിന് വേണ്ടി, സൂക്ഷ്മതയ്ക്ക് വേണ്ടി എന്ത്, ദ്രാവകമായ എണ്ണ തന്നെ അധികരിച്ചുണ്ട് എങ്കിൽ അതും സോപ്പിട്ട് കഴുകലാണ് നല്ലത്. എന്തുകൊണ്ട്, നമുക്കിപ്പോ ഈ ദുഹ്നിൻ മാഇൻ എന്നുള്ള ഇബാറത്ത് അത് ഫത്ഹുൽ മുഈനിൽ അതുപോലെ തുഹ്ഫയിലും കാണുന്നു. മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കാണുന്നത് അസറു ദുഹ്നിൻ മാഇൻ എന്നാണ്, ദ്രാവകമായ എണ്ണയുടെ അസർ എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഫത്ഹുൽ മുഈനിലും തുഹ്ഫയിലും ആ ഇബാറത്ത് കൊണ്ടുള്ള ഉദ്ദേശം അസർ തന്നെ ആകാനാണ് സാധ്യത. അതല്ല എങ്കിൽ ഈ എണ്ണയുടെ ഒരു സ്വഭാവം നമുക്കറിയാം, വെള്ളത്തിൽ ഒഴിച്ചാൽ എണ്ണയുടെ ആ തടി എണ്ണയുടെ വെള്ളത്തിന്റെ മുകളിൽ പാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അതല്ലാതെ അത്
താഴോട്ട് ചെന്ന് അവിടെ ഈ വെള്ളം ചേരുന്ന വിലക്ക് സൃഷ്ടിക്കുന്നതല്ല. പക്ഷെ മറ്റുള്ള വസ്തുക്കൾ അതുപോലെയല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ വിഷയം എന്ത്, വലൗ കാന അലാ അഅ്ളാഇഹി, അവന്റെ വുളൂ ചെയ്യുന്നവന്റെ അവയവത്തിന്റെ മേലിൽ ഉണ്ടായാൽ അസറു ദുഹ്നിൻ മാഇഇൻ, മാഇആയ എണ്ണയുടെ അസർ, ദ്രാവകമായ എണ്ണയുടെ അസർ, ഫതവല്ലഅ, അങ്ങനെ അവൻ വുളൂ ചെയ്തു, വ അമസ്സ ബിൽ മാഇ അൽ ബശറത, ആ വെള്ളം കൊണ്ട് അവന്റെ തൊലിയിൽ അത് തട്ടുകയും ചെയ്തു, വജറ അലൈഹ, വെള്ളം അതിന്റെ മേൽ അങ്ങനെ നടന്നു, വലം യസ്ബുത്, എന്ത് സ്ഥിരമായി അവിടെ നിന്നിട്ടില്ല, വെള്ളം അങ്ങനെ ഒഴുകിയാണ് പോയി, എന്നാലും സഹ വുളൂഉഹു, അവന്റെ വുളൂ സ്വഹീയാകും. കാരണം ലിഅന്ന സുബൂതൽ മാഇ ലൈസ ബിശർത്തിൻ, വെള്ളം അവിടെ നിൽക്കുക എന്നുള്ളത് എന്തല്ല, അത് ഷർത്തല്ല. അതുകൊണ്ട് അങ്ങനെ അസറു ദുഹ്നിൽ മാ, വെള്ളം ദ്രാവകമായ എണ്ണയുടെ അസർ എന്ന് ഇവിടെയും മഹാനായ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം. അതുപോലെ അസറു ദുഹ്നി എന്ന് പറഞ്ഞത് ഖൽയൂബിയിൽ കാണാം, അതുപോലെ റൗളയിൽ കാണാം. ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇഹ്തിയാത്ത്, സൂക്ഷ്മത എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അതാണ് നാം സൂക്ഷ്മതയായിട്ട്, ഇപ്പൊ വാസലിനാണെങ്കിൽ ഏതായാലും പറ്റൂല എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇനി എണ്ണ തന്നെയാണെങ്കിലും കൂടുതൽ ഉണ്ട് എങ്കിൽ അത് സോപ്പിട്ട് കഴുകി വുളൂ ചെയ്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. അപ്പോ ഈ കാലിൽ വിണ്ട് കീറലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഓട്ടയുണ്ടെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യണം, വെള്ളം ചേർക്കണം എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു. ഇനി ഫർഉൻ, ഇതൊരു ഫർആണ്. ലൗ ദഖലത് ഷൗകത്തുൻ, ഒരു മുള്ള് പ്രവേശിച്ചാൽ, ഫീ റിജ്ലിഹി, വുളൂ ചെയ്യുന്നവന്റെ കാലിൽ, വളഹറ ബഅ്ദുഹ, അതിൽ നിന്നും അല്പം വെളിവാവുകയും ചെയ്തു, എന്നാൽ വജബ ഖൽഉഹ, അതിനെ പറിക്കൽ നിർബന്ധമാണ്, വഗസ്ലു മഹല്ലിഹ, ആ മുള്ളിന്റെ മഹല്ല് കഴുകലും നിർബന്ധമാണ്. എന്തുകൊണ്ട്, ലിഅന്നഹു, തീർച്ചയായിട്ടും ആ മഹല്ല് സാറ ഫീ ഹുക്മിൽ ളാഹിരി, ബാഹ്യഭാഗത്തിന്റെ വിധിയിൽ അത് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ, കാരണം ഒരു മുള്ള് അങ്ങ് തറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓട്ട ആക്കിയ മാതിരിയാ. പിന്നെ മുള്ള് പോകുന്നില്ല എന്നോളൂ, പക്ഷെ ഈ മുള്ള് കൊണ്ട് എന്ത് ചെയ്തു, ഒരു ഓട്ട വന്നു കഴിഞ്ഞാൽ ആ ഓട്ട വന്നത് നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണത്. എന്ത്, സഖബ് വശഖിൻ, ഇവിടെ സഖബ് വന്നു, ഓട്ട വന്നാൽ അതിന്റെ ഉൾഭാഗം കഴിയണല്ലോ. പിന്നെ എന്താ ഉള്ളത്, ഓട്ട നമുക്ക് തോന്നാത്തത് ഈ മുള്ള് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് തന്നെ മുള്ള് ഇങ്ങോട്ട് പറിക്കണം, പറിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഉൾഭാഗം കഴുകണം എന്നാണ് പറയുന്നത്. ഇവിടെ നാം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുമ്പൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു, എന്ത്, വേറെ ഏതോ സ്ഥലത്തിലും അദ്ദേഹത്തിനേക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട്, എന്തോ സംഭവിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മുള്ള് കാലിൽ തറക്കുക എന്നുള്ളത് ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ വുളൂഇന്റെ അവയവത്തിൽ, വുളൂ ചെയ്യുന്ന അവയവത്തിൽ, വുളൂഇന്റെ അവയവങ്ങളിൽ മുള്ള് തറച്ചാലാണ്, അല്ലെങ്കിൽ സൂചി തറച്ചാലാണ് ഈ നിയമം എന്ന് നാം മനസ്സിലാക്കണം. അതല്ലാതെ വുളൂഇന്റെ അവയവമല്ലാത്ത ഒരാളുടെ മുതുകിൽ ഒരു മുള്ള് തറച്ചു എന്ന് വെച്ചത് കൊണ്ട് വുളൂ ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അതവിടെ ബാധിക്കുന്നത് കുളി നിർബന്ധമാകുന്ന സാഹചര്യത്തിൽ മാത്രമേ അങ്ങനെ അവിടുത്തെ ആ വിഷയം ബാധിക്കുകയുള്ളൂ. അല്ലാതെ വുളൂ ചെയ്യുമ്പോൾ ഒരു മുള്ള് തറക്കുക എന്ന് പറഞ്ഞാൽ അത് വുളൂ ചെയ്യപ്പെടുന്ന അവയവത്തിൽ തന്നെ ആയിരിക്കണം. ഇനി ഫൈനിസ്തറത് കുല്ലുഹ, ആ മുള്ള് മുഴുവനും മറഞ്ഞു കഴിഞ്ഞാൽ സാറത്ത് ഫീ ഹുക്മിൽ ബാത്തിനി, അപ്പോൾ അത് ഉള്ളിന്റെ ഹുക്മിൽ പെടുന്നതാണ്. അപ്പൊ പിന്നെന്ത് വേണ്ട, ഫയസിഹു വുളൂഉഹു, അവന്റെ വുളൂ സഹിയാകും. അപ്പൊ ഈ മുള്ളിന്റെ തല പുറത്തോട്ട് കാണുന്നുണ്ടെങ്കിലാണ് എന്ത്, അത് ബാഹ്യഭാഗത്തിന്റെ നിയമത്തിൽ പെടുന്നത്. അതല്ല, അത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് അന്തർഭാഗത്തിന്റെ നിയമത്തിലാണ് വരിക. അപ്പോൾ അവന്റെ വുളൂ സ്വഹിയാകുന്നതാണ്. ഇനി വലൗ തനഫത ഫീ റിജ്ലിൻ ഔ ഗൈരിഹി, ഒരാളുടെ കാലിലോ
അതല്ലെങ്കിൽ കാലല്ലാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലോ എന്ത് ചെയ്തു ഒരു പൊളയൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വീർത്തു വന്നാൽ, ഇപ്പോ തീ പൊള്ളിയിട്ടൊക്കെ ഉണ്ടാവൂലേ, അങ്ങനെ വീർത്തു വന്നു കഴിഞ്ഞാൽ ലം യജിബ് ഗസ്ലു ബാത്തിനിഹി, അതിന്റെ ഉൾഭാഗം കഴുകൽ നിർബന്ധമില്ല. എപ്പോ മാലം യതശഖഖ്, അത് കീറിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിയിട്ടില്ലെങ്കിൽ. അപ്പൊ തീ പൊള്ളിയത് പോലത്തെ പൊളയനുകൾ, അതല്ലെങ്കിൽ വസൂരി പോലത്തെ പൊളയൻ, അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് പോലത്തത്, ഇതൊക്കെ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൊട്ടി കീറിയിട്ടില്ല എങ്കിൽ അതിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം ആക്കണം എന്നില്ല. ഇനി ഫഇൻ തശഖഖ, അത് കീറിക്കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ വജബ ഗസ്ലു ബാത്തിനിഹി, അതിന്റെ ഉൾഭാഗ കഴുകൽ നിർബന്ധമാണ്. മാലം യർതതിഖ്, അത് കൂടിയിട്ടില്ലെങ്കിൽ. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖൻ എന്ന് കാണാലോ. റത്ഖൻ എന്ന് പറഞ്ഞാൽ പരസ്പരം സംയോജിച്ചത്, കൂടിയത്. അപ്പൊ ഇവിടെ ഈ പൊളയൻ അത് പൊട്ടി, പക്ഷെ പൊട്ടിയിട്ട് അത് കൂടിയിട്ടുണ്ട്, പരിപൂർണമായി കൂടിയിട്ടുണ്ട് എങ്കിൽ ഉൾഭാഗത്തേക്ക് ചേർക്കേണ്ടതില്ല, അതല്ലാത്ത രൂപത്തിൽ ചേർക്കണം. ഇപ്പോൾ നാം പറഞ്ഞത് ഒരാളുടെ ശരീരത്തിൽ ഇപ്പൊ തീ പൊള്ളി അല്ലെങ്കിൽ തീന്റെ ചൂട് തട്ടി ഒരു പൊളയൻ പൊന്തി, ഇങ്ങനെ വന്ന സമയത്ത് എന്തു വേണ്ട, അതിന്റെ ഉൾഭാഗത്തേക്ക് പൊളയൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉൾഭാഗത്തേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. അപ്പൊ ഇനി ആ പൊളയൻ ഇങ്ങ് പൊട്ടിക്കഴിഞ്ഞു, എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ളത് പൊട്ടുമ്പോ സ്വാഭാവികമായിട്ട് ഒരു നീരിങ്ങനെ വരും, അങ്ങനെ വന്നു. പക്ഷേ അതിന്റെ തൊലി എന്തായിട്ടില്ല, അവിടുന്ന് പാടെ നാം എടുത്തു കളഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അപ്പോൾ അതിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പൊട്ടിയതായ പൊളയൻ കൂടിയിട്ടില്ല, അതിന്റെ ചെറിയ ഓട്ടകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ വുളൂ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഉൾഭാഗത്തേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി മുസന്നിഫ് ഒരു തംബീഹ്, ഒരു ഉണർത്തലാണ് പറയുന്നത്. തംബീഹുൻ, ഇതൊരു തംബീഹാണ്. ദക്കറു, അവര് പറഞ്ഞിരിക്കുന്നു, ഫിൽ ഗുസ്ലി, കുളിയുടെ വിഷയത്തിൽ. എന്ത്? അന്നഹു, തീർച്ചയായിട്ടും കാര്യം, യുഅഫ, അഫ്വ് ചെയ്യപ്പെടും, വിടുതി ചെയ്യപ്പെടുന്നതാണ്, അൻ ബാത്തിനി ഉഖദിശ് ശഅരി, മുടിയുടെ കെട്ടിന്റെ ഉൾഭാഗത്തിനെ തൊട്ട്. അപ്പൊ മുടി കെട്ടുപെട്ടിട്ടുണ്ട് എങ്കിൽ ആ കെട്ടിന്റെ ഉൾഭാഗത്തിനെ തൊട്ട് അഫ്വുണ്ട്. പറയട്ടെ, ഐ ഇദൻ അഖദ ബിനഫ്സിഹി, സ്വമേധയാ കെട്ടിപ്പെട്ടതാണെങ്കിൽ. അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ വലിയ മുടി ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ സ്ത്രീകൾ, ഇപ്പൊ സ്ത്രീകളൊക്കെ എന്താവും, ഈ മുടി ഇങ്ങനെ മുടഞ്ഞിട്ടിട്ടുണ്ടാവും, കെട്ടിയിട്ടിട്ടുണ്ടാവും. അങ്ങനെ മുടഞ്ഞിട്ട മുടിയല്ല, മുടഞ്ഞിട്ട മുടിയാണെങ്കിൽ സ്വന്തം ഈ സ്ത്രീകൾ അവരുടെ പ്രവർത്തനം കൊണ്ടായതുകൊണ്ട് അതെന്ത് ചെയ്യണം, കുളിക്കുന്ന സമയത്ത് കെട്ടഴിക്കണം. ഇതങ്ങനെയല്ല, ചില മുടികൾ, ചിടക്കുത്തിയ മുടികൾ ഉണ്ടാകും, അത് സ്വമേധയാ കുത്തുന്നതാണ്, അത് ഇവരുടെ പ്രവർത്തനം കൊണ്ടല്ല. അങ്ങനത്തെ മുടിയൊക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ ഉൾഭാഗത്തിനെ തൊട്ട് അഫ്വുണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാതെ നാം ശ്രദ്ധിക്കാതെ നമ്മുടെ പ്രവർത്തനം മൂലം കെട്ടുകെട്ടതാണെങ്കിൽ അതെന്ത് ചെയ്യണം, കെട്ട് അഴിക്കുക തന്നെ വേണം. വഉൽഹിഖ ബിഹാ, ഈ മുടിക്കെട്ടിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു മൻ, ഒരുത്തനെ. എങ്ങനത്തെ ഒരുത്തനാണ്? ഉബുത്തുലിയ, അവൻ പരീക്ഷിക്കപ്പെട്ടു, ബിനഹ്വി തബ്ബൂഇൻ, തബ്ബൂഅ് പോലോത്തത് കൊണ്ട്. എങ്ങനത്തെ തബ്ബൂആണ്? ലസഖ, അത് ചേർന്നിരിക്കുന്നു, ബി ഉസൂലി ശഅരിഹി, അവന്റെ മുടിയുടെ മുരട്ടിനോട്, അവന്റെ മുടിയുടെ മുരട്, ആ മുരടുമായിട്ട് ചേർന്ന് പറ്റി പിടിച്ചിരിക്കുകയാണ്. ഈ തബ്ബൂഅ് എന്ന് പറഞ്ഞാല്, അതായത് അതൊരു ചെറിയ ജീവി എന്നൊക്കെ കാണുന്നുണ്ട്. എന്ത്? പറ്റിപ്പിടിക്കുന്ന ചെറിയ ജീവി. ദുവൈബത്തുൻ ദാതു സുമ്മിൻ എന്നാണ് ചില കിതാബുകളിലൊക്കെ കാണുന്നത്. അതായത് വിഷമുള്ള ഒരു തരം ചെറിയ ജീവിയാണ്. അതിന് വെള്ളപ്പേന് എന്നും പറയപ്പെടാറുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും
അതുപോലെ അവന്റെ മുടിയുടെ മുരടുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു ജീവി, അതുകൊണ്ട് ബലാക്കപ്പെട്ട വ്യക്തി, അവനെയും ഇവനോട് ചേർക്കപ്പെടും. ആരോട്? ഈ മുടി ചടക്കുത്തിയതായ അവസ്ഥയോട് ഇദ്ദേഹത്തെയും ചേർക്കപ്പെടും എന്ന് പറയപ്പെട്ടിരിക്കുന്നു. وَأُلْحِقَ بِهَا مَنِ ابْتُلِيَ بِنَحْوِ طَبُّعٍ لَصَقَ بِأُصُولِ شَعْرِهِ حَتَّى എത്രത്തോളം منع وصول الماء إليها منع ആ നഹ്വ് തബ്ബുഅ്, ആ നഹ്വ് തബ്ബുഅ് പോലോത്തത് അതെന്താവട്ടെ, ആ വസ്തു വിലങ്ങിയിരിക്കുന്നു വുസൂലൽ മായി വെള്ളം ചേരലിനെ ഇലൈഹ ആ മുടിയുടെ ഹത്താ മനഅ വുസൂലൽ മായി ഇലൈഹ ആ മുടിയിലേക്ക്. അപ്പോ മുടിയിലേക്ക് വെള്ളം ചേരലിനെ തടയുന്ന വിലങ്ങുന്ന രൂപത്തിലുള്ള മുടിയുടെ മുരടുമായിട്ട് ചേർന്ന് കിടക്കുന്ന പേന് പോലോത്ത വസ്തുക്കൾ, അങ്ങനത്തെ വസ്തുക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനെയും ഈ മുടി ചടക്കുത്തിയ സ്വന്തം പ്രവർത്തനം കൊണ്ടല്ലാതെ സ്വമേധയാ മുടി ചടക്കുത്തപ്പെട്ട വ്യക്തിയോട് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. വലം യുംകിൻ ഇസാലത്തുഹു, അവനിക്ക് അത് നീക്കം ചെയ്യാൻ സൗകര്യമായതുമില്ല, സാധ്യമാകുന്നുമില്ല. അങ്ങനെയാകുന്ന സമയത്ത് എന്നാൽ മുസന്നിഫ് പറയുന്നു, വഖദ് സറഹ ശൈഖു ശുയൂഖിന സക്കരിയ അൽ അൻസാരി, മഹാനായ സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്, ബി അന്നഹു തീർച്ചയായിട്ടും ഈ ആള് ആര്, മനുബുത്തുലിയ എന്ന് പറഞ്ഞില്ല നേരത്തെ, ഈ പരീക്ഷിക്കപ്പെട്ട വ്യക്തി ലാ യുൽഹഖു അദ്ദേഹത്തെ ചേർക്കപ്പെടുന്നതല്ല ബിഹ ഈ മുടി ചടക്കുത്തിയതായ വ്യക്തിയോട്, ബൽ എങ്കിലും അലൈഹി അവന്റെ മേലുണ്ട് എന്ത്, അത്തയമ്മുമു തയമ്മും ചെയ്യണം എന്നാണ് ആര്, സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ വ്യക്തിയെ ഈ പേന് പോലോത്ത പേനല്ല എന്ന് പറഞ്ഞാൽ വെള്ളപ്പേൻ എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ മുരടുമായിട്ട് പറ്റിപ്പിടിച്ചു കിടക്കുന്ന ആ ജീവി, ആ ജീവിയെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ മുടി ചടക്കുത്തപ്പെട്ട വ്യക്തിയോട് ചേർക്കപ്പെടും എന്നുള്ള അഭിപ്രായത്തിനോട് വിയോജിപ്പാണ് ആര് പ്രകടിപ്പിച്ചിട്ടുള്ളത്, മഹാനായ സക്കരിയ അൽ അൻസാരി റഹിമഹുല്ല. മഹാനുഭാവൻ പറയുന്നത് ഇങ്ങനെ ബലാക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ചെയ്യേണ്ടത് തയമ്മും ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാകിൻ എങ്കിലും ഖാല തിൽമീദു ശൈഖിന, ഖാല തിൽമീദുഹു, അങ്ങനെയാണ്. ലാകിൻ എങ്കിലും ഖാല തിൽമീദുഹു ആരെ, സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലയുടെ ശിഷ്യൻ, അതായത് ഷെയ്ഖുന, നമ്മുടെ ഷെയ്ഖുന, അതേതാ ഷെയ്ഖുന, മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. കാരണം ഷെയ്ഖുന എന്ന് മുസന്നിഫ പറയുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് ആര്, മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ. ആ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ ഉസ്താദാണ് ആര്, സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലാ. അപ്പൊ അതുകൊണ്ടാണ് ഖാല പറഞ്ഞിരിക്കുന്നു തിൽമീദുഹു ആരെ, സക്കരിയ അൽ അൻസാരി റഹിമഹുല്ലായുടെ ശിഷ്യൻ, അതായത് ഷെയ്ഖുന നമ്മുടെ ഷെയ്ഖാകുന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു, വല്ലദീ ഒരഭിപ്രായം, യത്തജിഹു അല്ലെങ്കിൽ യുത്തജഹു ന്യായീകരിക്കപ്പെടാൻ പറ്റുന്ന അഭിപ്രായമാകുന്നത്, അൽ അഫു ഇതിനെ തൊട്ട് അഫു ഉണ്ട് എന്നുള്ളതാണ്, ലിളറൂറത്തി ലറൂറത്തിന് വേണ്ടി. കാരണം അദ്ദേഹത്തിനിക്ക് സ്വന്തം അത് നീക്കാൻ കഴിയാത്ത വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമായതുകൊണ്ട് അഫു ഉണ്ട് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ മുഅ്തമദായ അഭിപ്രായം ഏതാണ്, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മുസന്നിഫ് റഹിമഹുല്ല മനസ്സിലാക്കി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മുടെ വിജ്ഞാനത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് വിജ്ഞാനം അധികരിപ്പിച്ച് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.